കണ്ടക്ടർ വിളിച്ചിട്ട് പറഞ്ഞത്, ചേട്ടാ ജോയിന്റ് ആർ ടി ഒ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ചേട്ടനോട് സംസാരിക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ അദ്ദേഹത്തിന്റെ കൊടുക്കാൻ പറഞ്ഞു. കണ്ടക്ടർ ഫോൺ കൊടുത്തപാടെ മറതലക്കിൽ നിന്ന് പറയുന്നത്, എടോ ഞാൻ ആ സുനിലാണ്, കോട്ടയം ജോയിന്റ് ആർ ടി ഒ ആണ് എന്ന് പറഞ്ഞു. സഹോദരൻ, എനിക്ക് ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരി ടൗണിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിൽ എൻ്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്, കൈക്ക് ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടൊന്നുമില്ല, ATM കാർഡും ഇല്ല. അപ്പോൾ എനിക്ക് 2000 രൂപ ക്യാഷ് ആയിട്ട് വേണം. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായില്ല. കഴിഞ്ഞ വർഷം നിങ്ങളുടെ വണ്ടി ഞാനാ ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല സാറേ, എനിക്ക് അങ്ങനെ ഒരു ജോയിന്റ് ആർ ടി ഒ അറിയില്ല. അടുത്ത എന്നോട് പറഞ്ഞു, അത് നമ്മൾ പണ്ടൊരിക്കൽ കോട്ടയം കളക്ട്രേറ്റിന്റെ അടുത്തുള്ള ആർ ടി ഓഫീസിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാമത് വേറെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി തട്ടിപ്പാണെന്നുള്ള ഞാൻ ഉറപ്പിച്ചു. സാറേ, ഇപ്പം ആരാ സാറേ കോട്ടയത്ത് ആർ ടി ഒ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു സെക്കൻഡ് എന്ത് പറയണം എന്നറിയാൻ വയ്യാത്തൊരു അവസ്ഥയായിപ്പോയി. അത് നമ്മുടെ നമസ്കാരം. ജോയിന്റ് ആർ ടി ഒ ചമഞ്ഞ് സ്വകാര്യ ബസ്സിൽ നിന്നും പണം തട്ടിയെടുക്കാനുള്ള ശ്രമം. കോട്ടയം ചങ്ങനാശ്ശേരി മല്ലപ്പള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന ചൈത്രം ബസ്സിൽ നിന്നാണ് പണം തട്ടിയെടുക്കുന്നതിനുള്ള ശ്രമം നടന്നത്. തട്ടിപ്പുകൾക്കെതിരെ നിരന്തരമായി വാർത്ത ചെയ്യുകയും അതൊക്കെ പൊളിച്ചെടുക്കുകയും ചെയ്ത രാഹുൽ ഇരുമ്പുകുഴി എന്ന മാധ്യമപ്രവർത്തകനെയാണ് തട്ടിപ്പുകാരൻ വിളിച്ചത്. പക്ഷേ ഈ തട്ടിപ്പുകാരൻ ഇത്തവണ വിളിച്ചതൊരു പുലിമടയിലാണ്. രാഹുൽ കൃത്യമായ വിവരങ്ങൾ ചോദിച്ച് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തട്ടിപ്പാണെന്ന് മനസ്സിലാകുകയും ബസ് ജീവനക്കാരെ അത് ധരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഈ തട്ടിപ്പ് നടത്തിയ ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ രാഹുൽ എനിക്കൊപ്പമുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് രാഹുൽ തന്നെ പറയും. ഏതായാലും തവണ തട്ടിപ്പുകാരൻ വന്നത് ഒരു പുലിമടയിൽ തന്നെയാണല്ലേ? നമ്മളെ തന്നെ പറ്റിക്കാൻ നോക്കി. എന്താണ് ഈ സംഭവം നടക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് എൻ്റെ ഒരു ബസ് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന സമയത്ത് കണ്ടക്ടർ എന്നെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. ആ സമയത്ത് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. കണ്ടക്ടർ വിളിച്ചിട്ട് പറഞ്ഞത്, ചേട്ടാ ജോയിന്റ് ആർ ടി ഒ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ചേട്ടനോട് സംസാരിക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ അദ്ദേഹത്തിന്റെ കൊടുക്കാൻ പറഞ്ഞു. കണ്ടക്ടർ ഫോൺ കൊടുത്തപാടെ മറതലക്കിൽ നിന്ന് പറയുന്നത്, എടോ ഞാൻ ആ സുനിലാണ്, കോട്ടയം ജോയിന്റ് ആർ ടി ഒ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ മനസ്സിലായില്ല. ഇദ്ദേഹത്തിൻ്റെ സംസാരം നമ്മളുമായി ഭയങ്കര ഒരു അടുപ്പമുള്ള പോലെ, അല്ലെങ്കിൽ ഒരു മുൻപരിചയമുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഇദ്ദേഹത്തെ മനസ്സിലായില്ല. എങ്കിൽ പോലും ഞാൻ ഇദ്ദേഹത്തോട് എന്താണ് സാർ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, സഹോദരൻ, എനിക്ക് ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരി ടൗണിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിൽ എൻ്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്, കൈക്ക് ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടൊന്നുമില്ല, ATM കാർഡും ഇല്ല. അപ്പോൾ എനിക്ക് 2000 രൂപ ക്യാഷ് ആയിട്ട് വേണം. നിങ്ങളുടെ ബസ്സിലെ കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് ഞാൻ ആ ക്യാഷ് വാങ്ങുകയാണ്, ഞാൻ നിങ്ങൾക്കിത് GPay ചെയ്ത് തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇത് തന്നെയല്ല GPay നമ്പറെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാറേ, ഇത് തന്നെ ആ GPay നമ്പർ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പിന്നെ ഒരു സംശയം. ഞാൻ സാറിൻ്റെ പേരെന്താ പറഞ്ഞേ? സുനിൽ, കോട്ടയം ജോയിന്റ് ആർ ടി ഒ സുനില എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായില്ല. കഴിഞ്ഞ വർഷം നിങ്ങളുടെ വണ്ടി ഞാനാ ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല സാറേ, എനിക്ക് അങ്ങനെ ഒരു ജോയിന്റ് ആർ ടി ഒ അറിയില്ല. ഒരു അത്യാവശ്യം ഈ ആർ ടി ഒമാരെയും ജോയിന്റ് ആർ ടി ഒമാരെയൊക്കെ നമുക്ക് വ്യക്തിപരമായ ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേര് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ പറഞ്ഞു, സാറേ, ഇല്ല, എനിക്ക് അങ്ങനെ താങ്കളെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അടുത്ത എന്നോട് പറഞ്ഞു, അത് നമ്മൾ പണ്ടൊരിക്കൽ കോട്ടയം കളക്ട്രേറ്റിന്റെ അടുത്തുള്ള ആർ ടി ഓഫീസിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാമത് വേറെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി തട്ടിപ്പാണെന്നുള്ള ഞാൻ ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ ഓർത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതാണ്ട് സുനിൽ സാർ, ചെറിയൊരു ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അടുത്തൊരു ചോദ്യം ചോദിച്ചു. അവിടെയാണ് അദ്ദേഹം പെട്ടുപോയത്. അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം അവിടെ പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നുന്നു. സാറേ, ഇപ്പം ആരാ സാറേ കോട്ടയത്ത് ആർ ടി ഒ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു സെക്കൻഡ് എന്ത് പറയണം എന്നറിയാൻ വയ്യാത്തൊരു അവസ്ഥയായിപ്പോയി. അത് നമ്മുടെ സെബാസ്റ്റ്യൻ സാറാ, പള്ളിക്കത്തോടുകാരൻ സെബാസ്റ്റ്യൻ സാറ്, അറിയത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സെബാസ്റ്റ്യൻ സാറിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്ന് വന്നു, എന്ന് ചാർജ് എടുത്തു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സെബാസ്റ്റ്യൻ സാർ വന്നിട്ട് 3-3.5 മാസം ആയല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന ആളാ, കണ്ടാ അറിയാം, ഉറപ്പാ, കണ്ടാ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ആളാ സെബാസ്റ്റ്യൻ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, സഹോദര, ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോണം, മേലാൽ ഇത്രയും പണിയും കൊണ്ട് ഇറങ്ങല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടോ, കോട്ടയത്ത് 6 മാസമായിട്ട് ആർ ടി ഒ ഇല്ല. പത്തനംതിട്ട ആർ ടി ഒ ആയിട്ടുള്ള ശ്യാം സാറിനാണ് കോട്ടയം ജില്ലയുടെ കൂടെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. ഇത് വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ. നമ്മളെയാണ് ഈ പറഞ്ഞ് വിളിച്ചിട്ട് കോട്ടയം ആർ ടി ഒയുടെ പേര് സെബാസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോ, മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് ഞാൻ പറയുകയും ഈ കണ്ടക്ടറുടെ ഫോൺ കണ്ടക്ടറുടെ കയ്യിലേക്ക് തന്നെ തിരികെ കൊടുത്തിട്ട് ഇദ്ദേഹം പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. അപ്പം ഞാൻ കണ്ടക്ടറോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ധരിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് കണ്ടക്ടർ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ഇയാൾ ആൾക്കൂട്ടത്തിലേക്ക് ഇടോ മറഞ്ഞു. പിന്നെ ഇയാളെ തപ്പിയിട്ട് അവിടെ കിട്ടിയില്ല. ബസ്സിനകത്ത് CCTV ദൃശ്യങ്ങളുണ്ട്. അപ്പം ആ CCTV ദൃശ്യങ്ങൾ വെച്ചിട്ട് അന്ന് രാത്രി ഞാനൊരു FB പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഒരുപാട് ആളുകൾ കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. അത് കണ്ടിട്ട് ഇന്നലെ കോട്ടയത്ത് നിന്ന് മറ്റൊരു ബസ് ഉടമ എന്നെ വിളിച്ചു. ഈ കഴിഞ്ഞ ഞായറാഴ്ച കോട്ടയം നഗരത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ബസ്സിൽ കയറിയിട്ട് ഇതുപോലെ തന്നെ ജീവനക്കാരോട് ജോയിന്റ് ആർ ടി ഒ ആണെന്ന് പറഞ്ഞ് ഉടമയെ വിളിപ്പിക്കുകയും 1300 രൂപയോ മറ്റോ ആ ബസ്സിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അവരുടെ പണം പോയി. അപ്പോൾ ചെറിയ തുക ആയതുകൊണ്ടും ഇതിലൊരു മാനക്കേടൊക്കെ ഭയന്നിട്ട്
അവരും നിയമപരമായി പരാതിയൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പണം നഷ്ടപ്പെടാതിരുന്നതുകൊണ്ട് ഞാൻ പരാതി നൽകിയില്ല. പക്ഷേ ഇദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള RTOമാരും SP മാരും എന്തിനേറെ പറയുന്നു ജില്ലാ കളക്ടർമാർ വരെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണം പോകുമെന്നാണ് പറയാനുള്ളത്. സംസാരിച്ച് റെക്കോർഡ് ചെയ്തിരുന്നു, ഫോൺ റെക്കോർഡ് ചെയ്തിരുന്നു? ഇല്ല, സാധാരണഗതിയിൽ അൺനോൺ നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് എൻ്റെ കണ്ടക്ടർ, എൻ്റെ സ്റ്റാഫിൻ്റെ ഫോണിൽ നിന്ന്, എൻ്റെ കണ്ടക്ടറുടെ ഫോണിൽ നിന്നാണ് എനിക്ക് കോൾ വരുന്നത്. ഞാൻ ആ സമയത്ത് സ്ഥലത്തില്ല. അപ്പോൾ കണ്ടക്ടർ വിളിച്ചുകൊണ്ട് ഞാൻ സ്വാഭാവികമായും ഫോണിൽ സംസാരിച്ചു. അതിനുശേഷം ചേട്ടാ ജോയിൻ്റ് RTO വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊടുക്കുമായിരുന്നു. കണ്ടക്ടറുടെ ഫോണാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഈ ജോയിൻ്റ് RTO വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച എന്തെങ്കിലും ചെക്കിങ്ങിൻ്റെ ഭാഗമായി വെഹിക്കിളുമാരോ ജോയിൻ്റ് RTO ഒക്കെ സ്റ്റാൻഡിൽ എത്തിയതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് പിന്നിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇയാൾ ആളറിയാതെയാണ് രാഹുലിൻ്റെ അടുത്ത് ചെല്ലുന്നത്. രാഹുൽ ഒരുപാട് തട്ടിപ്പ് വാർത്തകളൊക്കെ പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ്. അതെ, തീർച്ചയായും അയാൾ ഒരുപക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇതിന് നമ്മുടെ വണ്ടിയിലേക്ക് വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ അപ്പം തന്നെ വൈകുന്നേരം തന്നെ ഇയാളുടെ ചിത്രം അടക്കം വെച്ചുകൊണ്ട് FBയിൽ പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് നിരവധി ആളുകൾ കണ്ടു, അത് ഷെയർ ചെയ്യപ്പെടുന്നു. അതിനുശേഷം അതിന് പിന്നാലെ അത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായാലും ഈ തട്ടിപ്പ് എന്നല്ല, ഒരു തട്ടിപ്പായിട്ട് അദ്ദേഹത്തിന് വെളിയിലിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. ആ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളടക്കം നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇദ്ദേഹം വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒടിവുണ്ടെന്ന് തോന്നുന്നു. കയ്യിൽ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടക്ടർ അടുത്താണെ പോലെ ആദ്യം പറഞ്ഞത് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ചങ്ങനാശ്ശേരിയിൽ വെച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കയ്യിലെ കെട്ടൂടെ കണ്ടപ്പോൾ കണ്ടക്ടർ അത് അങ്ങനെ വിശ്വസിച്ച് പോയി. അതാണ് ഇതിനകത്ത് സംഭവിക്കാൻ കാര്യം. ഈ തട്ടിപ്പുകാർ ഒരുപാട് പേരുണ്ട്. ഈ കടകൾ സ്ഥാപനങ്ങളിലൊക്കെ വന്നിട്ട് വേഷം മാറി എന്ന് പറഞ്ഞാൽ പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജീവനക്കാരിൽ നിന്ന് പണം തട്ടിക്കൊണ്ട് പോകുന്ന സംഭവങ്ങൾ പതിവായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ. തീർച്ചയായിട്ടും ഇത് അതിൻ്റെ മറ്റൊരു പതിപ്പാണ്. ഇത് ജോയിൻ്റ് RTO ആയി എന്നുള്ളതേ ഉള്ളൂ. ഇദ്ദേഹം ബസ്സുകളിൽ വരുമ്പോൾ ജോയിൻ്റ് RTO ആയി. ഇപ്പോൾ ഞാൻ ഇന്നലെ FB പോസ്റ്റ് ഇട്ടതിനടിയിൽ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തേക്കുന്നു, ഹോട്ടലുകളിൽ കയറി ഇതേ വ്യക്തി തന്നെ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഫുഡ് ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഹോട്ടലുകളിൽ കയറി തട്ടിപ്പ് നടത്തുന്നത്. ഹോട്ടൽ ഉടമകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി മുങ്ങാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതാത് മേഖലയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലുദ്യോഗസ്ഥനാകുന്നതാണ് ഇയാളുടെ ഒരു സ്ഥിരം പതിവ്. അയാളുടെ ഒരു മോട്ടീവ് അതാണെന്ന് തോന്നുന്നു. ജോയിൻ്റ് RTO ആയിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ അറിയിച്ചവരെ ഈ ഒരു തട്ടിപ്പ് സംഭവം നടന്നതിന് ശേഷം ഉച്ചയ്ക്ക് തന്നെ ആ സമയത്ത് തന്നെ ഞാൻ യഥാർത്ഥത്തിലുള്ള കോട്ടയം ജോയിൻ്റ് RTO ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. സാർ, താങ്കളുടെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ആളുകളുടെ പണം പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തെ ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പണം പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ബസ് ഉടമകളെ ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നിലവിൽ അനുമാനിക്കുന്നത്. 1-2 ആളുകൾ നമ്മളോട് പറയുകയും ചെയ്തു. തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പിൻ്റെയൊക്കെ ഭാഗത്തുനിന്നൊരു അന്വേഷണം ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ്. കാര്യം അവരുടെ ഉദ്യോഗസ്ഥരുടെ പേരിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത്. പിന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ നഷ്ടപ്പെടുന്നത് ചെറിയ തുകകളാണ്. 1000, 2000, 1500 രൂപയൊക്കെയാണ്. അതിനപ്പുറം ഒരു മാനക്കേട് ഭയന്നിട്ട് ആരും പരാതി നൽകാൻ മുന്നോട്ട് വരാത്തതും ഇതിലൊരു പ്രതിസന്ധിയാണ്. എങ്കിൽ പോലും ഇതിലൊക്കെ മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ പോലീസോ ഒക്കെ അവരുടേതായ രീതിയിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇനിയും ആളുകളുടെ പണം നഷ്ടപ്പെടും. ഏതായാലും ഇത്തവണ ഈ തട്ടിപ്പുകാരൻ വന്നു പെട്ടത് രാഹുൽ ഇരുമ്പുവഴിയുടെ മുന്നിലായിരുന്നു. അത് കയ്യോടെ പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ചിത്രം അത് ഓർത്തു വെക്കുക, അത് സൂക്ഷിച്ച് വെക്കുക. പല രീതിയിൽ പല ഉദ്യോഗസ്ഥനൊക്കെ ചമഞ്ഞ ഇതുപോലെ നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഇയാൾ എത്തുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനിയും ആരും തട്ടിപ്പിനിരയാകാതെ പണം നഷ്ടമാകാതെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.